നമ്മുടെ BCT54 എന്ന ബാച്ചിൽ മൊത്തം 50 പേരാണ് എക്സാം എഴുതിയത്. അതായത് എൻ്റെ ബാച്ചിൽ പുതിയതായിട്ട് വന്ന ആൾക്കാർ. ഈ 50 പേര് എഴുതിയ എക്സാമിൽ ആകെ 3 പേരെ പാസ്സായിട്ടുള്ളൂ. ഞാനത് 5 പേരെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കി മനസ്സിലായി വെറും 3 പേരെ പാസ്സായിട്ടുള്ളൂ. എൻ്റെ അതിലൊരാൾ ഞാനായിരുന്നു. യെസ്, ഞാൻ ഫിമിഗേഷൻ പാസ്സായിരിക്കുകയാണ്. യെസ്, ഞാൻ ഫിമിഗേഷൻ പാസ്സായി. ആൻഡ് അല്ലറ ചില്ലറ പാസ്സല്ല, നല്ല അടിപൊളിയായിട്ടാണ് പാസ്സായിരിക്കുന്നത്. നല്ല എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റായി പോയി പാസ്സായി. അപ്പോൾ എങ്ങനെ പാസ്സാകാം, ഫിമിഗേഷൻ എങ്ങനെ പാസ്സാകാം, ആർക്ക് പാസ്സാകാം, അവർ പറയുന്നതൊക്കെ സത്യമാണോ, അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് ആരും ഇതുവരെ വെളിയിലൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അവിടെ നടക്കുന്നു, അവർ കുറേ ഇതൊക്കെ നടക്കുന്നു, തന്നെ അവർ ജോലി കിട്ടി പോകുന്നു. ഇതിനപ്പുറത്തേക്ക് ശരിക്കും അതിനകത്ത് എന്താ നടക്കുന്നത്, ആരൊക്കെയാണ് പാസ്സാകുന്നത്, ആർക്കാണ് പാസ്സാകാൻ പറ്റാത്തത്, നിങ്ങൾക്ക് എന്ത് ബേസ് ഇല്ലാതെ വന്നാലും നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ, എനിക്ക് കമ്പ്യൂട്ടറിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോലും നേരെ വേണം അറിയത്തില്ല, എനിക്ക് അവിടെ വന്നാൽ പഠിക്കാൻ പറ്റുമോ, ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് മേ ബി നിങ്ങൾക്ക് കാണാം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ട് ഫിമിഗേഷൻ്റെ എക്സ്പീരിയൻസ് എന്താണ്. ഈ വീഡിയോ അതാണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, ഞാൻ എങ്ങനെയാണ് പാസ്സായത്, നിങ്ങൾക്ക് എങ്ങനെ പാസ്സാകാം, ആരൊക്കെ ഇവിടെ വരണം, ആരൊക്കെ ഇവിടെ വരാൻ പാടില്ല, ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഫിമിഗേഷനിൽ കയറുമ്പോഴേക്കും എന്താണ് അതിന് മാത്രം അവിടെ ഉള്ളത്, അതാണ് മെയിനായിട്ടുള്ള സംഭവം. ഇത്രയും ബുദ്ധിമുട്ടാകാൻ മാത്രം, ഇത്രയും കഷ്ടപ്പാട് വരാനും മാത്രം അവിടെ എന്താണുള്ളത്. നമുക്കാകെ 3 കാര്യങ്ങളേ ഉള്ളൂ. പാറ്റേൺ പ്രിൻറ്റിങ്, അറേയുടെ ക്വസ്റ്റ്യൻസ്, അറേ മാനിപ്പുലേഷൻ ആയിട്ട്, ഇപ്പോൾ ഇൻസേർഷൻ ആണെങ്കിലും ഡിലീഷൻ ആണെങ്കിലും അറേയിൽ നിന്ന് അങ്ങോട്ട് സാധനങ്ങൾ എടുത്ത് വയ്ക്കുക, അറേയിൽ സോർട്ട് ചെയ്ത് വയ്ക്കുക, സോർട്ട് ചെയ്യാതെ ഒരു ഗ്രേറ്റസ്റ്റ് വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാന്നുള്ളതാണ് അറേയിൽ വരുന്ന ക്വസ്റ്റ്യൻ. പാറ്റേൺ എന്ന് പറയുമ്പോൾ സ്റ്റാർ വെച്ചിട്ടും നമ്പേഴ്സ് വെച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് വെച്ചിട്ടും ABCD ഒക്കെ വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്യുന്ന, അതൊക്കെ ആസ്കി വാല്യൂസ് ഒക്കെ എടുത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ പാറ്റേൺസ് ആയിരിക്കും അതിൽ ചെയ്യുന്നത്. എത്രത്തോളം ടഫായിട്ടുള്ള പാറ്റേൺസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. അത് ചെയ്യേണ്ടത് 2-3 ലൂപ്പ് വെച്ച് തീർക്കാം. ഇപ്പം ഇത് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഈ ടെക്നിക്കൽ വേർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലൂപ്പിൽ 2-3 ലൂപ്പിൽ എന്താ സംഭവം നിർത്താൻ പറ്റണം. മാക്സിമം 4 ലൂപ്പ് വരെ പോകാമെന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റുള്ള സംഭവം. പക്ഷേ നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ജസ്റ്റ് ഇരുന്ന് നല്ല രീതിക്കൊന്ന് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ പറ്റും. അപ്പോൾ അതിനെന്തൊക്കെ നോക്കാം, ഈ പാറ്റേൺ സോൾവ് ചെയ്യാനായിട്ട് എവിടെയൊക്കെ റിസർച്ച് ചെയ്യണം, എന്ത് നോക്കണം, ഇതിന് താഴെയായിട്ട് ഞാൻ ലിങ്ക്സ് കൊടുത്തേക്കാം. ഫസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ജെനീസ് ലെക്ചർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഫിമിഗേഷൻ കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. ജെനീസ് ലെക്ചർ എന്ന് പറഞ്ഞ ആളുടെ ഒരു ഇതുണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്. ഈ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബേസ് കിട്ടും. വളരെ ബേസിക് ആയിട്ട് ഓരോ പാറ്റേണും എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ബേസും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇത് കഴിഞ്ഞിട്ട് നോക്കേണ്ട സംഭവമാണ് സിംപ്ലി കോഡിംഗ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്, ഒരു ചാനലുണ്ട്. അതിൽ ഈ പാറ്റേണിൻ്റെയൊക്കെ ഒരു കോർ, ഇത് ഫുള്ള് കാണുന്നത് വേസ്റ്റാണ്. പകുതി വരെ കണ്ടാൽ മതി. പകുതി വരെ കാണുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് ഒരു പാറ്റേൺ ബിൽഡ് ആകുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ പാറ്റേൺ സോൾവ് ചെയ്യാനായിട്ട് ചിന്തിക്കേണ്ടതെന്നുള്ള കാര്യം അത് പറഞ്ഞുതരും. പിന്നെ ഉള്ളത് മൈ സർജി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ആ ചാനലിൽ ഒരുപാട് പറഞ്ഞു, ബട്ട് ഞാൻ അത് നോക്കി പഠിച്ചില്ല. ഞാൻ എൻ്റേതായ സ്വന്തമായിട്ടൊരു ലോജിക്ക് ബിൽഡ് ചെയ്യാണ് ചെയ്തത്. ഞാൻ സോൾവ് ചെയ്യാനായിട്ടൊരു ലോജിക്ക് കണ്ടെത്തി, അത് വെച്ചാൽ സോൾവ് ചെയ്യും. നിങ്ങൾക്ക് സോൾവ് കണ്ടെത്താൻ പറ്റും. നമ്മൾ സ്വന്തമായിട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു വഴിയൊക്കെ കണ്ടെത്താൻ, കൈ വേദനിക്കുന്നു, ഓക്കെ, അങ്ങനെ ഒരു സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് പറ്റും. സോ അതും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മൈ സർജി വേണമെന്നുള്ളവർക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ തന്നെ ഒരു മെത്തേഡൊക്കെ കണ്ടുപിടിക്കും. ഇനി എൻ്റെ മെത്തേഡ് പഠിപ്പിച്ച് തരാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പഠിപ്പിച്ച് തരാത്ത, ഇനിയിപ്പോൾ അവിടെ വേറെ ഒരുപാട് ജോലിയൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇത്ര റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാറ്റേൺസ് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. എന്ത് പാറ്റേൺ കിട്ടിയാലും സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം പോവേണ്ടത്. കാരണം ലക്കാണ്, എന്തും കിട്ടാം. ചിലപ്പോൾ ഏറ്റവും സിമ്പിൾ സാധനം കിട്ടാം. എൻ്റെ ഫിമിഗേഷനിൽ എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനം കിട്ടിയത്. ഞാൻ 4 മിനിറ്റിനത് സോൾവ് ചെയ്തു. നമുക്ക് അരമണിക്കൂർ സോൾവ് ചെയ്യാനുണ്ട്. ഞാൻ നോക്കി പാറ്റേൺ വെറും 4 മിനിറ്റിനകത്ത് ഞാൻ ആൻസർ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കാര്യം. വെറും 4 കണ്ടീഷൻ ഇട്ട് 2 ലൂപ്പിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തത്. അത് ഈസി ആവാൻ കാരണം ഞാൻ അത്രയ്ക്കും പ്രാക്ടീസ് ചെയ്തു. അത്രത്തോളം പാറ്റേൺസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവിടെ പോയി എന്ന് ചെയ്തത്. അപ്പോൾ അത്രയും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നടക്കും. രാവിലെ തൊട്ട് രാത്രി വരെയും പട്ടിപ്പണിയാണ്. നമുക്ക് രാത്രി ഒന്ന് ഉറങ്ങാൻ മാത്രമേ സമയം കിട്ടുള്ളൂ. രാവിലെ എണീക്കണ മുതൽ രാത്രി. ഞാൻ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എൻ്റെ കൂടെ ജിത്തു എന്ന് പറഞ്ഞൊരു ചേട്ടനോട് കേട്ടോ, നമ്മൾ ഒരു നമ്മൾ ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. സെയിം വൈബാണ്, ഒരേപോലെ ഇരുന്ന് പഠിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ചെയ്യാനുള്ള രാത്രിയൊക്കെ ഇരുന്ന് എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് പാറ്റേൺ അയച്ചു തരും. ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഇതായിരിക്കും. അപ്പോൾ നേരെ പോയിരുന്ന ലാപ്ടോപ്പ് ഓപ്പൺ ആക്കി ഇത് അടിച്ചിട്ടായിരിക്കും പിന്നെ അടുത്ത പല്ല് തയ്ക്കാൻ വരെ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വൈബിലിരുന്ന് പഠിക്കാനും ഒക്കെ നല്ല എൻജോയ്മെൻ്റ് ആകുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ നല്ല രസമാണ്. നമുക്കൊരു ഫ്രണ്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കാനായിട്ട് വരും. ഓൾസോ ജിത്തുവും പാസ്സായി കേട്ടോ. ജിത്തുവും ഞാനും പാസ്സായി. പിന്നെ വേറൊരാളും അലൻ എന്ന് പറഞ്ഞൊരാളും പാസ്സായി. അങ്ങനെ 3 പേരെ നമ്മൾ പാസ്സായുള്ളൂ. അതിൽ ജിത്തുവാണ് കയറാത്തത്. ബാക്കി 2 പേര്, ഞാനും അലനും അതിനകത്തോട്ട് കയറി ഇന്ന് ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുക. ഇനി അടുത്ത അറേ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അറേയിലും സെയിം സംഭവം. നമ്മൾ ആദ്യം അറേയിലുള്ള ഓപ്പറേഷൻസ് പഠിക്കുക. ഇൻസേർഷൻ എങ്ങനെ ചെയ്യും, ഡിലീഷൻ എങ്ങനെ ചെയ്യും, സോർട്ട് ചെയ്യുന്നത് എങ്ങനെ, ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ കുറേ
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ താഴെ കുറേ ക്വസ്റ്റ്യൻസും നമുക്ക് ഫിമിഗേഷനിൽ വർക്കൗട്ട് ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമുക്ക് നോക്കി പഠിക്കാനും പാറ്റേൺസ് ഒക്കെ നോക്കാനായിട്ടുള്ള കുറേ PDF കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഗൂഗിൾ ഡ്രൈവിലാക്കി ആ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഇട്ടേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി ചെക്ക് ചെയ്യാം, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യമൊക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു, സത്യം പറയാനുള്ള നന്നായിട്ട് പേടിച്ച്. പക്ഷേ ഇപ്പോൾ എന്ത് കിട്ടിയാലും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ 2 ആഴ്ച കൊണ്ട് പഠിച്ചെടുത്തതായി സാധനങ്ങളൊക്കെ. പക്ഷേ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം രണ്ടാമതും മൂന്നാമതൊക്കെ ട്രൈ ചെയ്ത് വരുന്ന ആൾക്കാരാണ് പലരും ഉള്ളത്. ഹാർഡ് വർക്ക് ചെയ്തേ പറ്റും, നല്ല രീതിയിൽ കഷ്ടപ്പെടണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നോക്കി ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഒരു പതിയെ സ്ലോ പേസിൽ വർക്കൗട്ട് ചെയ്തിട്ട് വരാം. അരയിലും അങ്ങനെയാണ്, തിരിച്ചും മറിച്ചൊക്കെ ഇടുക. 1-2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് വരും. അതായത് ഇപ്പം എനിക്ക് ഫസ്റ്റ് മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. മോക്കിന് വന്നൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു അറയുടെ സമ്മ് എടുക്കുക, ആ സമ്മ് 100-നേക്കാൾ വലുതാണെങ്കിൽ അതിൽ യുണീക്കായിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ഡിലീറ്റ് ചെയ്യുക. ഇനി 100-നേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്പേഴ്സിനെ ഡിലീറ്റ് ചെയ്യുക, സാധാരണയായിട്ടുള്ള എല്ലാ ഈവൻ നമ്പേഴ്സിനെയും ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് വന്നത്. ഇത് 2-3 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള സംഭവം. ഇതൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യും. ഇത് ശരിക്കും ഈസി ക്വസ്റ്റ്യനാണ്. ഞാൻ ആദ്യമൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് പേടിയായ സംഭവം, പക്ഷേ സോൾവ് ചെയ്തപ്പോഴേക്കും ഞാൻ എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഞാനത് ക്രാക്ക് ചെയ്തൊരു ക്വസ്റ്റ്യനായിരുന്നു. ആരെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ ലാസ്റ്റ് ഫിമിഗേഷൻ എനിക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കിട്ടിയത്. പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അത് അറയുടെ ഏറ്റവും ലാസ്റ്റ് കൊണ്ട് വയ്ക്കാന്നുള്ളത്. പുഷ്പം പോലെ സാധനം കിട്ടി. ഞാനത് 10 മിനിറ്റിൽ അത് സോൾവ് ചെയ്തു. അത് നമുക്ക് ടൈം കിട്ടുക അരയ്ക്കും പാറ്റേണിനും അരമണിക്കൂർ വെച്ചാൽ കിട്ടുന്നത്. അരമണിക്കൂർ അരയ്ക്ക് കിട്ടും, അരമണിക്കൂർ പാറ്റേൺ കിട്ടും. ഞാൻ പാറ്റേൺ 4 മിനിറ്റിൽ ചെയ്ത് ഉടനെ തന്നെ എനിക്ക് അരേ കിട്ടി. ഉടനെ ഫസ്റ്റ് കാണിച്ച ഉടനെ അപ്പോൾ തന്നെ എനിക്ക് അരേ ചെയ്യാനായിട്ട് തന്നു. അരേ ചെയ്തിട്ട് പിന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഏതാണ്ട് 3/4 മണിക്കൂറോളം അവിടെ ഇരിക്കേണ്ടത്. അതും ഞാൻ ഇരുന്നതും AC യുടെ നേരെ ഫ്രണ്ടിലായിരുന്നു. അവിടെ ഇരുന്ന് വിറക്കായിരുന്നു ഞാൻ, കറക്റ്റ് എൻ്റെ ബോഡിയിൽ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായി. വെറുതെ ഇരുന്നു, എനിക്ക് ബോറടി. പിന്നെ ഞാൻ അടുത്തിരിക്കുന്നവരുടെയൊക്കെ പേപ്പേഴ്സൊക്കെ നോക്കി അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. ഇത് ഫിമിഗേഷൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയണം. അപ്പോൾ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ നോക്കി കറക്റ്റ് ചെയ്തു പോയി. ദെൻ അതിനുശേഷം ഇതാണ് ഈ 2 കാര്യങ്ങൾ. ഈ 2 കടമകളും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഊപ്സ് എന്ന് പറഞ്ഞ റൗണ്ട്. ഇത് നിങ്ങൾക്ക് മോക്കായിട്ടുണ്ടാവും. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ ഉടനെ ഒരു മോക്ക് ഫിമിഗേഷൻ ഉണ്ടായിരിക്കും. അതിൽ ഫിമിഗേഷൻ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാവും. ഞാൻ മോക്ക് ഫിമിഗേഷനിൽ എനിക്ക് അരയും കിട്ടി, പാറ്റേൺ കിട്ടി, 2ഉം പാസ്സായി. കാരണം ഫസ്റ്റ് ആഴ്ച ഫുള്ള് അരയും പാറ്റേണിൽ മാത്രമേ നോക്കിയുള്ളൂ. ഞാൻ ഊപ്സ് തൊട്ടിട്ടേ ഇല്ലായിരുന്നു. സെക്കൻഡ് വീക്കിൽ അരയും പാറ്റേൺ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ടഫായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഊപ്സ് നല്ല സ്ട്രോങ് ആയിട്ട് നോക്കി. ഇനി ഊപ്സിലോട്ട് വരുമ്പോൾ ഇത് 2 പാസ്സായിട്ട് എടുത്ത് ഊപ്സിലോട്ട് പോകുമ്പോഴാണ് അടുത്ത കാര്യങ്ങൾ. ഊപ്സ് വന്നിട്ട് വൈവയാണ്. വൈവയായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. മിക്കവാറും സീനിയേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ചോദിക്കുന്നത്. ഊപ്സിൽ നല്ല രീതിയിൽ നോളജ് ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ നിങ്ങൾക്കും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നോളജ് ബിൽഡ് ചെയ്യാം. എങ്ങനെ ബിൽഡ് ചെയ്യാം? ഒന്നാമത്തെ കാര്യം ഈസിയാണ്. W3 Schools എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ജാവയുടെ ഊപ്സ് കോൺസെപ്റ്റ്സ് എടുത്തിട്ട് പഠിക്കുക, ഓരോന്നിരുന്ന് പഠിക്കുക. അതിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്താ സെർച്ച് ചെയ്യുക. എത്രത്തോളം ടഫായിട്ട് പോകാൻ പറ്റുമോ അത്രയും ടഫായിട്ട് നോക്കുക. തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് ഒരു സാധനം അവിടെ ഇട്ടാൽ എന്ത് പറ്റും, ഇവിടെ ഇട്ടാൽ എന്ത് പറ്റും, ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ കൊടുക്കുന്നത്, ഇതെടുത്ത് മാറ്റിയിട്ട് അവിടെ വേറൊരു കാര്യം ഇട്ട് എന്ത് ചെയ്യും, ഇതിനെടുത്ത് വേറെ സ്ഥലത്ത് വെച്ചാൽ എന്ത് പറ്റും, അങ്ങനെയൊക്കെ നോക്കിയിട്ട് എത്രത്തോളം വൈൽഡായിട്ട് ചിന്തിച്ച് നമുക്ക് നോക്കാൻ പറ്റുമോ അത്രയും ഈസി ആകും നിങ്ങളുടെ ഊപ്സ്. എനിക്ക് ഈ ഊപ്സ് വളരെ ഈസി ആയിരുന്നു, പെട്ടെന്ന് ഇതാൻ പറ്റി. ലൈക്ക് ഒരു ക്രെഡിറ്റും കിട്ടി. ഞാൻ ഇന്നാണ് ആ സംഭവം അറിയുന്നത്. എൻ്റെ ഊപ്സിൻ്റെ ഇൻ്റർവ്യൂ നന്നായിരുന്നു, എനിക്ക് കോൺഫിഡൻ്റൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെയോ പറയുന്നതായിട്ടൊക്കെ കേട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഒന്ന് സത്യമാണ്, ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് പോയത് ഊപ്സ് എനിക്ക് പാസ്സാകും എന്നുള്ളതിന്. അപ്പോൾ അത് പാസ്സാകാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് അമേസിങ്. ഭയങ്കര സന്തോഷമുണ്ട് കയറാൻ പറ്റിയതിൽ, ഊപ്സ് പാസ്സാകാൻ പറ്റിയതിൽ. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് അറിയാമോ അറിഞ്ഞൂടെ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാടിട്ട് വട്ടം ചുറ്റിക്കൂല. അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ചോദിക്കും ഇത് അവിടെ ഇട്ട് എന്ത് പറ്റും. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആകാതെ പ്രോപ്പറായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുക. അതിന് W3 Schools മാത്രമല്ല, ജാവ പോയിൻ്റ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നോക്കാം. അതിൽ കുറച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ നോക്കുമ്പോഴേക്കും ആവശ്യമില്ലാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്, അതിലോട്ടൊന്നും പോകണ്ട. മെയിനായിട്ട് ഊപ്സിൽ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഊപ്സ് എന്താണ്, ഊപ്സിൽ യൂസ് ചെയ്യുന്ന കുറേ കീവേഡ്സും സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എന്താണ്. മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്സ് ഉണ്ട്, അത് പഠിക്കുക. അതൊക്കെ അവിടെ ഇടുമ്പോഴേക്കും എന്തൊക്കെ മാറി വരണം. പിന്നെ 4 പില്ലേഴ്സ്, ആബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, എൻക്യാപ്സുലേഷൻ, ഈ കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പഠിക്കുക. അവിടേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ടാലോ അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ, അതിലൊക്കെ മാറ്റാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ വട്ടം ചുറ്റിച്ചുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം നോക്കുക. പിന്നെ അതിനുശേഷം ത്രെഡ്, മൾട്ടി ടാസ്കിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതുകൊണ്ടുള്ള
കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, എററും കാര്യങ്ങളൊക്കെ എക്സെപ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഉള്ളതും അതിൽ യൂസ് ചെയ്യുന്ന കീവേഡ്സും അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ഒരു കാര്യം യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഒരു സ്പെഷ്യൽ കേസിൽ എന്ത് വരും, അതൊക്കെ നോക്കുക. പിന്നെ കൺസ്ട്രക്ട് എന്നൊരു ടോപ്പിക്കുണ്ട്, അതൊക്കെ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഊപ്സ് പാസ്സാകാൻ പറ്റും. നല്ല സ്ട്രോങ് ആയിട്ട് വേണം, നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കണം. തിയററ്റിക്കൽ നോളജാണ് വേണ്ടത്. അത് കാണാതെ പഠിച്ചിട്ട് പോകരുത്, പാസ്സാകത്തില്ല. 100% അതപ്പോൾ പാസ്സാകത്തില്ല. നല്ല രീതിക്ക് നോളജ് ബിൽഡ് ചെയ്യുക. പിന്നെ നമുക്ക് ഡൗട്ടുള്ളത് ട്രൈ ചെയ്യുക. ഓരോന്നും കോഡ് എഴുതി നോക്കുക, ഇങ്ങനെ ചെയ്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് കമ്പൈലറിൽ എഴുതി നോക്കുക. എക്ലിപ്സ് എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് നോക്കുക. ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഇതാണല്ലേ പ്രശ്നം. ഞാൻ അങ്ങനെ മനസ്സിലാക്കി. ഞാൻ ഒരു ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ഇത് പ്രശ്നമാണ്, ഇതിങ്ങനെ ഇട്ടാൽ എന്ത് പറ്റും, ടൈപ്പ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ടൈപ്പ് ചെയ്ത് നോക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക, ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. അപ്പോൾ മാക്സിമം സെർച്ച് ചെയ്ത് മാക്സിമം റിസർച്ച് ചെയ്ത് എത്രത്തോളം സ്ട്രോങ് ആയിട്ടാക്കാൻ പറ്റുമോ അത്രയും സ്ട്രോങ് ആയിട്ടാക്കാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാകും. ലാസ്റ്റ് റൗണ്ടിലേക്കായിരിക്കും ഇനി പോകുന്നത്. അത് വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ റൗണ്ടാണ്. കമ്മ്യൂണിക്കേഷൻ റൗണ്ടിൽ നമ്മളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കിട്ടുന്ന വാക്കുകൾ വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും എന്നെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞു. പിന്നെ എൻ്റെ ഹോബി എന്താണെന്ന് ചോദിച്ചു. എൻ്റെ ഹോബി റീഡിങ്. ഇവിടെ ബുക്സൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ബുക്സൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് ബുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബുക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, ഇംഗ്ലീഷ് പുസ്തകങ്ങളും മറ്റു ബുക്കൊക്കെ വായിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ സിനിമ കാണാനും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ ബുക്കുകളെ കുറിച്ച് ചോദിച്ചു, എൻ്റെ ഫേവറേറ്റ് ഓതർ എന്താണ്. അപ്പോൾ അതൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും. അതും ജനറലായിട്ട് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ ഒരുപാട് പറഞ്ഞൊക്കെ വന്നപ്പോഴേക്കും ലാസ്റ്റ് എൻ്റെ അടുത്ത് എഴുതാനായിട്ട് തന്നു വെച്ചാൽ എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ പേഴ്സൺ, ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ കുറിച്ച് എഴുതാനായിട്ട്. അപ്പോൾ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയെ കുറിച്ചാണ് അതിൽ എഴുതി കൊടുത്തത്. പുള്ളിക്കാരിയുടെ ഓരോ കാര്യങ്ങളും എന്നെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും ഞാനും അവളോട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളതും അങ്ങനെയൊക്കെ കുറിച്ചിട്ട് ഒരു എസ്സേ എഴുതി കൊടുത്തു. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടെ എഴുതി കഴിഞ്ഞാൽ അതും പാസ്സാവും. ഓൾസോ ഫൈനലി ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ പെർസെപ്ഷൻ. നമ്മളിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കും, ഫോർമൽസിലാണോ നോക്കും. ഫോർമലാണെങ്കിൽ മാത്രമേ അവർ കയറ്റത്തുള്ളൂ, അത് അവർ ഉറപ്പാണ്. അതിനൊക്കെ മാർക്കിടും, ആ കാര്യങ്ങളെല്ലാം നോക്കും. ഫോർമൽസിലേ പോകാൻ പറ്റത്തുള്ളൂ, ടീഷർട്ടും കാര്യങ്ങളും ഇട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവം. ഇനി ഇതാണ് നമ്മുടെ ഫിമിഗേഷനിലുള്ള കാര്യങ്ങൾ. ഇനി അതിനകത്ത് കയറുമ്പോഴേക്കും ഇവിടെ കുറേ എക്സ്പീരിയൻസുകൾ എനിക്കുണ്ടായി, കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങൾ. അതും കൂടെ പറഞ്ഞിട്ട് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. സോ അതിൽ മെയിനായിട്ടുണ്ടായെന്ന് വെച്ചാൽ ഇവിടെ സ്ട്രിക്റ്റാണ്, നല്ല സ്ട്രിക്റ്റാണെന്ന് വെച്ചാൽ നല്ല സ്ട്രിക്റ്റാണ്. രാവിലെ മുതൽ രാത്രി വരെ രാവിലെ 9 മണി മുതൽ 5:30 വരെയാണ് നമുക്ക് ആക്സസ്. പക്ഷേ ഈ സ്ട്രിക്റ്റ് ആണെന്നുള്ളത് ഇവർ പറയുകയില്ല ഒന്നും. ആദ്യത്തെ വർക്ക്ഷോപ്പിലൊന്ന് പറയും, അതിനുശേഷം നമ്മൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ലിബറലായിരിക്കും. നമ്മൾ നേരെ കയറി പോകുന്നു, സൈൻ ചെയ്യുന്നു, രാത്രി പോകുന്നു, സൈൻ ചെയ്ത് പോകുന്നു, അവിടെ ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ വിട്ടിട്ട് ഇടയ്ക്ക് ഒരു ദിവസം ഒരൊറ്റ പിടി അങ്ങ് പിടിക്കും. നമുക്കങ്ങനെ പിടിച്ചു. സെക്കൻഡ് വീക്ക് ഏതാണ്ട് ലാസ്റ്റൊക്കെ ആവാറായപ്പോഴത്തേക്കും അവരൊന്ന് പിടിച്ചിട്ട് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കി, എല്ലാവരും അവിടെ ഉണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഈ സ്ട്രിക്റ്റ് അല്ല എന്ന് തോന്നിയിട്ട് ഇങ്ങനെയല്ല, അവരാരും ചെക്കൊന്നും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തേക്ക് ഇറങ്ങിപ്പോയ ആൾക്കാരുണ്ട്. അതായത് അവിടെ മസ്റ്റായിട്ട് 9 to 5 ഉണ്ടാവണം. അതിന് മുമ്പ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫോം ചെയ്തിട്ടേ പോകാം. ഇനി ലീവ് എടുക്കണമെങ്കിലും ഇൻഫോം ചെയ്തിട്ട് ലീവ് എടുക്കാവൂ. ലേറ്റ് ആകുമെങ്കിലും ഇൻഫോം ചെയ്തിട്ട് ലേറ്റ് ആവുമെന്നുള്ള കാര്യം ഇൻഫോം ചെയ്യും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ സ്ട്രിക്റ്റാണ്. അതവിടെ ചെയ്തേ പറ്റും. നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഒരു ജോലിക്ക് പോയാലും അവിടെയും നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആ ഒരു ട്രെയിനിങ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത് ചെയ്യാതെ പോയ 4 പേരെ ഇവിടെ നിന്ന് പുറത്താക്കി. നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നതിന് 4 പേരെ ഇതൊന്ന് പുറത്താക്കേണ്ട അവസ്ഥയായിപ്പോയി. അപ്പോൾ അന്ന് ഒരുപാട് പ്രശ്നങ്ങളും സംസാരങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. ബട്ട് അവരത് ചെയ്തേ പറ്റൂ. കാരണം അവരുടെ നിലപാട് അങ്ങനെയാണ്. അവർ ആദ്യമേ പറഞ്ഞു സ്ട്രിക്റ്റ് ആയിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മുടെ ഓഫീസ് വന്നിട്ട് രാവിലെ 9 to രാത്രി 9 വരെ ആക്സസ് ചെയ്യാൻ പറ്റും. ഞാനങ്ങനെ എപ്പോഴും 9 മണി വരെ ഒന്നും ഇരിക്കാറില്ല. ഇടയ്ക്കൊക്കെ 9 മണി വരെയൊക്കെ ഇരിക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ 5:30 ആകുമ്പോൾ കഴിയും. പിന്നെ അതിനുശേഷം മിക്കവാറും നമ്മൾ ഇരുന്ന് പോകും. നമ്മൾ ഇരിക്കേണ്ടി വരും. അത്രയ്ക്കും മാത്രം പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഒരുമിച്ചൊക്കെ ഇരുന്ന് പഠിക്കുകയും റിസർച്ച് ചെയ്യും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ സമയം തികയത്തില്ല, വേറെ ഒന്നിനും സമയം തികയത്തില്ല. ഇതിന് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഒരു പണിയും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് സത്യാവസ്ഥ. പിന്നെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ ഫിമിഗേഷന് വന്നിട്ട് ഈ ഒരു ബ്രോ ക്യാമ്പിലേക്ക് കയറിയിട്ട് ഇതൊന്നും അറിയാതെ, ഒരു ബേസും ഇല്ലാതെ, ഒരു വക അറിയാതെ വന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും എൻ്റെ ക്ലാസ്സിലൊരു ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. പുള്ളിക്കാരി +2 കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാനായിട്ട് വന്നതാണ്. അതിന് കമ്പ്യൂട്ടർ സ്കിൽസ് ഒന്നുമില്ല, കമ്പ്യൂട്ടർ നോളജൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പ്രോഗ്രാമിങ്ങിലെ വലിയ നോളജോ ഒന്നുമില്ല. അപ്പോൾ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അതായത് എൻ്റെ അടുത്ത് രാത്രി 3 മണിക്കൊക്കെ മെസ്സേജ് അയച്ച് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട. പക്ഷേ ആളിന് കിട്ടുന്നില്ല, ആ ലോജിക്ക് ബിൽഡായി വരുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, നിങ്ങൾ ബുദ്ധിമുട്ടാണ്, കമ്പ്യൂട്ടറിൽ കുറച്ച് ബാക്കിലോട്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ഇരുന്ന്, ഞാനിപ്പോൾ ഇതിൻ്റെ താഴേക്ക് ഒരുപാട് റിസോഴ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നമ്മളിവിടെ വർക്കൗട്ട് ചെയ്ത സാധനങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് ഇതിൽ ജസ്റ്റ് ഒന്ന് ബേസ് ബിൽഡായിട്ട് നിങ്ങൾ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്.
എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കയറാൻ പറ്റുന്നതാണ്. പിന്നെ അതിനുശേഷം ഇവിടെ കയറിയിട്ട് വർക്കൗട്ട് ചെയ്തേ പറ്റും. ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ ഞാൻ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് മുതൽ അടുത്ത കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിന്ന് HTML CSS ഒക്കെ എനിക്കത് ഏതാണ്ട് അറിയാം. HTML CSS ഒക്കെ ഏതാണ്ടല്ല, അത്യാവശ്യം നന്നായിട്ടെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ അതിലെനിക്ക് ഒരുപാട് ടൈം ഇരുന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞ് വയ്ക്കുള്ളൂ. അടുത്ത ആഴ്ചകളൊക്കെ വരുമ്പോൾ ബാക്കി ഇതിലോട്ട് പോകും. എനിക്കൊരു ബേസ് ഉണ്ട്. ഞാനിതൊക്കെ പഠിച്ച് അത്യാവശ്യം കുറച്ച് പഠിച്ചിട്ടുണ്ട്. യുഡമിന്നും യൂട്യൂബൊക്കെ നോക്കിയൊക്കെ ഒരുപാട് അത്യാവശ്യം പഠിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പക്ഷേ ബേസ് ഇല്ലാത്തവർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതിവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംഭവങ്ങൾ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് വിട്ടുപോയെന്ന് എനിക്ക് ഓർമ്മ കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസായിട്ട് ഇട്ടാൽ മതി. എനിക്ക് എല്ലാവർക്കും മെസ്സേജ് റിപ്ലൈ ഒന്നും തരാൻ പറ്റുന്നില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നതല്ല ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. സോ സ്റ്റേ കണക്റ്റഡ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം. ഈ മെറ്റീരിയൽസ് ഒക്കെ നോക്കി നിങ്ങൾക്കെല്ലാം വർക്കൗട്ട് ചെയ്യാം. ബ്രോ ക്യാമ്പിലേക്ക് കയറാൻ പറ്റുന്നതാണ്. ബ്രോ ക്യാമ്പ് നല്ലതാണോ മോശമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ബേസ് കൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര ഇത് വന്നാലും ആ ഒരു വാശിയുണ്ട്, എന്നെക്കൊണ്ട് ഞാൻ ചെയ്യും എന്നുള്ളൊരു വാശിയുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ അമേസിങ് പ്ലേസ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ശരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിങ്ങനെ 24/7 വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. ഒരു വർക്കഹോളിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഞാൻ. അപ്പോൾ എനിക്കിടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് വന്ന് ഞാൻ ഒന്ന് സ്റ്റോപ്പായി നിൽക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും റിക്കവറായി വരാനായിട്ട് ബ്രോ ക്യാമ്പ് എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ആയിട്ടുണ്ട്. വീണ്ടും ആ ഒരു എനർജി തിരിച്ച് കിട്ടി. ആ ഒരു ചാട്ടമൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് എനർജിയിൽ ഇങ്ങനെ ഓടുന്നൊരു സംഭവം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഞാൻ ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആ ഒരു ഇത് ഇഷ്ടമില്ലാത്ത, അങ്ങനത്തെ ഒരു താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പിന്നെ കഴിയുമ്പോൾ അത് ശീലമായിക്കോളും. ആ ഒരു സെറ്റപ്പാണ് ഇവിടെ. എന്തായാലും ഒന്നും കുറേയൊന്നുമില്ല. നമ്മുടെ വർക്ക് കൂടിക്കൂടിയേ വരുള്ളൂ. നമ്മൾ പോകും തോറും നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. സോ അതാണ് ബ്രോ ക്യാമ്പിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങളിതൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രോ ക്യാമ്പിൽ കയറാൻ പറ്റും. സോ കയറുന്നവർക്ക് കയറാം, കയറാത്തവർക്ക് കയറാതിരിക്കാം. വേറെ കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കയറുന്നവർക്ക് അവിടെയും കയറാം. ഇവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അവിടെയൊക്കെ പോയി കയറാം. ബട്ട് ബ്രോ ക്യാമ്പ് സ്പെഷ്യൽ തന്നെയാണ്. ബ്രോ ക്യാമ്പ് എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരിടത്തും കിട്ടാത്ത ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ബട്ട് നിങ്ങൾക്കൊരു മോട്ടീവുണ്ട്. നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് വർക്കൗട്ട് ചെയ്യാനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇവിടെ ഗൈഡൻസ് ഉണ്ടോ, എന്തെങ്കിലും കിട്ടുമെന്നുള്ളൂ? ഒന്നും കിട്ടുക, ഒരു തേങ്ങയും കിട്ടത്തില്ല. നമ്മൾ സ്വന്തമായിട്ടിരുന്ന് ചെയ്തോണം. നമുക്ക് ആഴ്ചയിൽ ഒരു ഗൂഗിൾ ഡ്രൈവിൽ ഒരു ഇത് വരും, ഫയൽ വരും. ആ ഫയൽ നോക്കിയിട്ട് നമ്മൾ ചെയ്യാന്നുള്ളത്, നമ്മൾ വർക്ക് ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ അതിൻ്റെ റിവ്യൂ ഉണ്ടായിരിക്കും. അവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ ഫയലുണ്ടായിരിക്കും. ആ കാര്യം ചെയ്യുക. ആ കാര്യം ചെയ്യാനായിട്ട് എന്തൊക്കെ പഠിക്കണമെന്നുള്ളത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എന്തൊക്കെ പഠിക്കണമെന്ന് നോക്കി പഠിക്കുക. എന്നിട്ട് ആ കാര്യങ്ങൾ ഉപയോഗിച്ചായിരിക്കും നമ്മളെ സംഭവങ്ങൾ ബിൽഡ് ചെയ്യേണ്ടി വരുന്നത്. ഓരോന്നും ബിൽഡ് ചെയ്യും. ഇപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് 2 വെബ്സൈറ്റ്സ് ബിൽഡ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സോ ആ 2 വെബ്സൈറ്റ്സും ബിൽഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഈ ആഴ്ച കംപ്ലീറ്റ് ആകുമ്പോഴേക്കും HTML CSS മാത്രം ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ വർക്കൗട്ടാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന യൂട്യൂബിൻ്റെ ഹോം പേജ് HTML CSS മാത്രം ഉപയോഗിച്ച് ബിൽഡ് ചെയ്യാന്നുള്ള രീതിയിൽ അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് കഴിഞ്ഞു. നാവിഗേഷൻ സെക്ഷനും ടോപ്പും ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി ആ മെയിൻ കണ്ടൻറ്റിൻ്റെ പോർഷനും കൂടെ ഉള്ളൂ. അതുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീരും. നാളത്തോടെ അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് കഴിയുന്നത്. അപ്പോൾ അറിഞ്ഞിടാത്തവരാണെങ്കിൽ ഇപ്പം HTML CSS പഠിച്ച് വരുന്നേ ഉള്ളൂ. ഒരു ലാസ്റ്റ് 2 ദിവസത്തിനകത്ത് അത് ചെയ്ത് തീർക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ കഴിയും. വലിയ പാടൊന്നുമില്ല. നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് 2 വെബ്സൈറ്റ് ചെയ്ത് തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനീഷ്യൽ സംഭവം പഠിച്ച് കിടക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് സമയമായിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ദ വീഡിയോ. കണക്റ്റഡ് ആയിട്ടിരിക്കുക. ആർക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, പറഞ്ഞു തരുന്നതായിരിക്കും. സോ അണ്ടിൽ ദെൻ ഗുഡ് ബൈ ആൻഡ് ഹാപ്പി ലേണിംഗ്. ഒരുപാട് നാളായി പറഞ്ഞിട്ട്. ബൈ.